സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ AC എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷനെ നമ്മൾ കാണിക്കാറ്. എന്താണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ നോക്കാം നമുക്ക്. ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിലൂടെ എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റിന് അതിൻ്റെ സെൻറ്ററിലേക്ക്, ആ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിലേക്കൊരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ആ ആക്സലറേഷനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അതിനെ ഡെഫിനിഷനായിട്ട് പറയുന്ന സമയത്ത് ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സർക്കുലാർ പാത്ത് എന്ന് പറഞ്ഞാൽ മതി. സർക്കുലാർ പാത്തിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഇത് ഒരു സർക്കുലാർ പാത്താണ് എന്ന് വിചാരിക്കുക. ഈ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ഇത്, O എന്ന സെൻറ്റർ പോയിൻ്റ്. അവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ആദ്യത്തെ പൊസിഷൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനെ A എന്ന് വിളിക്കുന്നു. ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്, അത് ഈ സർക്കുലാർ പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കല്ലിൽ കയറ് കെട്ടി വട്ടം കറക്കിയാൽ എങ്ങനെയാണോ അതുപോലെ. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇതാ ഇവിടെ എത്തിയേക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയുള്ള സമയത്ത്, A എന്ന് പറയുന്ന പൊസിഷനിലുള്ള സമയത്ത് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇതാ ഇങ്ങനെ കാണിക്കാം. C എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുന്ന സമയത്ത് അവിടേക്കുള്ള ഡിസ്റ്റൻസിനെ ഇങ്ങനെയും കാണിക്കാം. ഇത് രണ്ടും ഓരോ റേഡിയസുകളാണ് എന്ന് മനസ്സിലാക്കണം. ഒബ്ജക്റ്റ് എയിലായിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, സർക്കുലാർ പാത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എയിലായിരിക്കുന്ന സമയം ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നമുക്ക് ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ വരക്കാം. ആ പോയിന്റിന് ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ വരക്കാം. ഇതിനെ AB എന്ന് വിളിക്കാം. AB എന്ന് പറയുന്ന വെക്റ്റർ ഒരു വെലോസിറ്റി വെക്റ്ററാണ്. അടുത്തത് ഈ രണ്ടാമത് ചെന്നെത്തി നിൽക്കുന്ന പോയിൻ്റാണ് C. C എന്ന പോയിന്റിൽ ഒബ്ജക്റ്റ് ഉള്ള സമയത്ത് വെലോസിറ്റി C എന്ന പോയിന്റിന് ടാൻജൻ്റ് ആയിരിക്കും. ആ വെലോസിറ്റി വെക്റ്ററിനെ നമുക്ക് CD എന്ന് വിളിക്കാം. ഇവിടെ CD ആണ് വെലോസിറ്റി. ഇനി എയിൽ നിന്ന് സിയിലേക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ആ ആംഗിളാണ് തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ഈ V എന്ന് പറയുന്ന വെലോസിറ്റിയെ ഒന്ന് കമ്പോണൻസ് ആക്കി നോക്കാം. ഇവിടെ എങ്ങനെയാണ് V എന്ന് പറയുന്ന വെലോസിറ്റിനെ നമ്മളിവിടെ കമ്പോണൻസ് ആക്കുക? വിയെ ഒറിജിൻ പോയിന്റിൽ കൊണ്ടുവച്ചാൽ മതി, പോരെ? ഒറിജിൻ പോയിന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസും ഇവിടെ വൈ ആക്സിസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് ആക്സിസിൽ ഇവിടെ ഒരു ആംഗിൾ വേണം. എക്സ് ആക്സിസും നമ്മുടെ വെക്റ്ററും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളും തീറ്റ ആയിരിക്കും. എങ്ങനെയാണ് ആ ആംഗിൾ തീറ്റയാണ് നമുക്ക് കിട്ടിയത്? രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ആ ലൈനുകളുടെ പെർപെൻഡിക്കുലറുകളുടെ ഇടയിലുള്ള ആംഗിളും തീറ്റയായിരിക്കും. കാരണം ഈ രണ്ട് ലൈനും റേഡിയസ് ആണ്. ആ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ഈ രണ്ട് ലൈന്. അതുകൊണ്ട് ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്പോണൻസ് എഴുതാലോ. ഇവിടെയുള്ള കമ്പോണൻറ്റ് V കോസ് തീറ്റയാണ്. ഇവിടെയുള്ള കമ്പോണൻറ്റ് V സൈൻ തീറ്റയാണ്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? A എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. അറ്റ് A
പോയിന്റ് എയിൽ വെലോസിറ്റി എ ബി എന്ന ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാൻ അതാണ് അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത്. വി എലോങ് എ ബി. എ ബിയിലൂടെയാണ് വി ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ വെലോസിറ്റിയെ നമുക്ക് കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എലോങ് എ ഒ. എ ഒ എന്ന് പറയുന്ന ഈ ഡയറക്ഷനിൽ ഇവിടെ വെലോസിറ്റിക്ക് കമ്പോണൻ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ എ ഒ എന്ന് പറയുന്ന ഡയറക്ഷനിൽ വെലോസിറ്റിക്ക് കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ നമ്മളതിനെ 0 എന്ന് എഴുതാം. കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി വി എന്ന് എഴുതിയാൽ പോരെ. കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എലോങ് എ ഒ. എ ഒ എന്ന ഡയറക്ഷനിൽ വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എന്താണ്? 0. ഓക്കെ. ഇനി സിയിലെത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? അറ്റ് സി. സിയിലെത്തുമ്പോൾ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? വി എലോങ് സി ഡി അല്ലേ? വി എലോങ് സി ഡി. സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ഇവിടെ എ ഒ എന്ന ഡയറക്ഷനിൽ, എ ഒയുടെ ഡയറക്ഷൻ നേരെ മേലേക്കാണ്. എ ഒ എന്ന് പറയുന്ന ഡയറക്ഷനിൽ ഇവിടെ വെലോസിറ്റിക്ക് കമ്പോണൻ്റ് ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഉണ്ട്. ഇവിടെ വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റുകളുണ്ട്. വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും ഉണ്ട്. അപ്പോൾ വി എലോങ് സി ഡി ആണ്. മാത്രമല്ല കമ്പോണൻ്റ് ഓഫ് വി, അതിനിവിടെ വേറൊരു വാല്യൂ വരും. കമ്പോണൻ്റ് ഓഫ് വി അതായത് വെലോസിറ്റി എലോങ് എ ഒ. എ ഒയുടെ ഡയറക്ഷനിൽ ഇവിടെ വെലോസിറ്റിക്ക് കമ്പോണൻ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. വെലോസിറ്റിയുടെ എ ഒയുടെ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ് വി സൈൻ തീറ്റ. ഓക്കെ. ഇനി എന്താണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ? ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ റേഡിയസിലൂടെ സെൻറ്ററിലേക്ക് ഉണ്ടാവുന്ന ഒരു ആക്സലറേഷൻ അല്ലേ? അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അല്ലെങ്കിൽ എ സി എന്നതിനെ നമുക്ക് സിയിലെത്തുന്ന പൊസിഷൻ, ഈ സി എന്ന് പറയുന്ന പൊസിഷനിലുള്ള വെലോസിറ്റി മൈനസ് എ എന്ന് പറയുന്ന പൊസിഷനിലുള്ള വെലോസിറ്റി ബൈ ടി എന്ന് കൊടുത്താൽ പോരെ. സി പൊസിഷനിലുള്ളപ്പോൾ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എലോങ് എ ഒ എന്താണ്? വി സൈൻ തീറ്റയാണ്. മൈനസ് എയിലായിരിക്കുമ്പോൾ എ ഒയുടെ ഡയറക്ഷനിൽ കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ വി സൈൻ തീറ്റ മൈനസ് 0 ബൈ ടി ആണ് എ സി. ഇനി ഇത് നമുക്ക് കിട്ടും എ സി ഈസ് ഈക്വൽ ടു വി സൈൻ തീറ്റ ബൈ ടി ആണെന്ന് കിട്ടും. അടുത്തത്, തീറ്റ വളരെ ചെറുതാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ തീറ്റ തന്നെയായിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് തീറ്റ തന്നെയായിരിക്കും സൈൻ തീറ്റയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എ സി എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി സൈൻ തീറ്റ എന്നതിന് പകരം വി സൈൻ തീറ്റ എന്നതിന് പകരം വി തീറ്റ ബൈ ടി എന്നെഴുതാലോ. ഓക്കെ. ഇനി ആരാണ് തീറ്റ ബൈ ടി എന്ന് പറയുന്ന കമ്പോണൻറ്റ്? തീറ്റ ബൈ ടി എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഒമേഗയാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുന്നത് ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി എന്ന പറയുന്ന ക്വാണ്ടിറ്റിയെ ഇങ്ങനെ എഴുതിക്കൂടെ? വി ഒമേഗ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് വി ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. സ്മോൾ വി. വി എന്താണ്? വി ലീനിയർ വെലോസിറ്റിയാണ്. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ എന്നെഴുതാം എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. വി ഇൻറ്റു ഒമേഗ എന്നുള്ളതിന് പകരം വി ബൈ ആർ എന്നെഴുതാം. അങ്ങനെ വന്നാൽ വി ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ എന്നാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷന് ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുക. ഇതാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ. ഇനി അതിനൊരു യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതുക? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ സാധാരണ ആക്സലറേഷൻ്റെ അതേ സ്വഭാവമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.